നമസ്കാരം. വേ ടു കരിയർ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൂട്ടുകാർക്കും മറ്റുമായി ഷെയർ ചെയ്ത് കൊടുക്കുവാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കുവാനും ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും മറക്കരുത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്നത്തെ നമ്മളുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഇന്ത്യയുടെ അതിർത്തികളും അതിരുകളും എന്ന ടോപ്പിക്കാണ്. ഇന്ത്യൻ ജോഗ്രഫി ഭാഗത്തുള്ള ഇന്ത്യ അതിർത്തികളും അതിരുകളും എന്ന ടോപ്പിക്കിനെ കുറിച്ചുള്ള ക്ലാസ്സാണ് ഇന്ന് എടുക്കുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മുടെ ഇന്ത്യ മഹാരാജ്യം എത്ര രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്നുണ്ട്? ഇന്ത്യ രാജ്യം 9 രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്നുണ്ട്. അതിൽ 7 രാജ്യങ്ങളുമായി കരാതിർത്തിയും 2 രാജ്യങ്ങളുമായി സമുദ്ര അതിർത്തിയുമാണ് പങ്കിടുന്നത്. 7 രാജ്യങ്ങളുമായി കര അതിർത്തി ഇന്ത്യ പങ്കുവയ്ക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. ഏതൊക്കെയാണ് 7 രാജ്യങ്ങൾ? പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ചൈന, നേപ്പാൾ, ഭൂട്ടാൻ, മ്യാൻമാർ, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളാണ് ഇന്ത്യയുമായി കര അതിർത്തി പങ്കുവയ്ക്കുന്ന 7 രാജ്യങ്ങൾ. ഏതൊക്കെയാണ്? പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ചൈന, നേപ്പാൾ, ഭൂട്ടാൻ, മ്യാൻമാർ, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളാണ് ഇന്ത്യയുമായി കര അതിർത്തി പങ്കുവയ്ക്കുന്നത്. ഇന്ത്യയുമായി സമുദ്ര അതിർത്തി പങ്കുവയ്ക്കുന്ന രാജ്യങ്ങൾ ശ്രീലങ്കയും മാലിദ്വീപുമാണ്. ഇന്ത്യയുമായി സമുദ്ര അതിർത്തി പങ്കുവയ്ക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ശ്രീലങ്കയും മാലിദ്വീപുമാണ്. അന്താരാഷ്ട്ര അതിർത്തി പങ്കുവയ്ക്കുന്ന 16 സംസ്ഥാനങ്ങൾ ഇന്ത്യയിലുണ്ട്. അന്താരാഷ്ട്ര അതിർത്തി പങ്കുവയ്ക്കുന്ന എത്ര സംസ്ഥാനങ്ങൾ ഇന്ത്യയിലുണ്ട്? 16 സംസ്ഥാനങ്ങൾ. അതായത് ഇന്ത്യയിലെ 16 സംസ്ഥാനങ്ങൾക്ക് വിദേശ രാജ്യങ്ങളുമായി അതിർത്തി ഉണ്ട്. 16 സംസ്ഥാനങ്ങൾക്ക് പുറമെ ജമ്മു കാശ്മീർ, ലഡാക്ക് എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങൾക്ക് എന്തുണ്ട്? അന്താരാഷ്ട്ര അതിർത്തി ഉണ്ട്. ജമ്മു കാശ്മീർ പാകിസ്ഥാനുമായും ലഡാക്ക് പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ചൈന എന്നീ രാജ്യങ്ങളുമായിട്ടും എന്ത് ചെയ്യുന്നുണ്ട്? അതിർത്തി പങ്കുവയ്ക്കുന്നുണ്ട്. ജമ്മു കാശ്മീർ പാകിസ്ഥാനുമായിട്ടാണ് അതിർത്തി പങ്കുവയ്ക്കുന്നത്. എന്നാൽ ലഡാക്ക് പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ചൈന എന്നീ രാജ്യങ്ങളുമായി അതിർത്തി പങ്കുവയ്ക്കുന്നു. ഏറ്റവും കൂടുതൽ ദൂരം അന്താരാഷ്ട്ര അതിർത്തിയുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. ഏറ്റവും കൂടുതൽ ദൂരം അന്താരാഷ്ട്ര അതിർത്തിയുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? അത് പശ്ചിമ ബംഗാളാണ്. എന്നാൽ ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ ദൂരം കരാതിർത്തി പങ്കുവയ്ക്കുന്ന രാജ്യം ഏതാണ്? അത് ബംഗ്ലാദേശാണ്. ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ ദൂരം കരാതിർത്തി പങ്കുവയ്ക്കുന്ന രാജ്യമാണ് ബംഗ്ലാദേശ്. ഇന്ത്യയുമായി ഏറ്റവും കുറവ് ദൂരം കരാതിർത്തി പങ്കുവയ്ക്കുന്ന രാജ്യം അപ്പോൾ ഏതാണ്? അത് അഫ്ഗാനിസ്ഥാനാണ്. ഇന്ത്യയുമായി ഏറ്റവും കുറവ് ദൂരം കരാതിർത്തി പങ്കുവയ്ക്കുന്ന രാജ്യം ഏതാണ്? അഫ്ഗാനിസ്ഥാനാണ്. കൂടുതലാണെങ്കിൽ ബംഗ്ലാദേശ്, കുറവാണെങ്കിൽ അഫ്ഗാനിസ്ഥാൻ. ഇനി ഇന്ത്യയുമായി കരാതിർത്തി പങ്കുവയ്ക്കുന്ന ഏറ്റവും വലിയ രാജ്യം ഏതാ? അത് ചൈനയാണ്. ഇന്ത്യയുമായി കരാതിർത്തി പങ്കുവയ്ക്കുന്ന ഏറ്റവും ചെറിയ രാജ്യം ഭൂട്ടാനാണ്. അപ്പം വലിപ്പത്തിൽ ചോദിക്കുവാണെങ്കിൽ ഏറ്റവും വലുത് ചൈന, ചെറുതേതാ? ഭൂട്ടാൻ. ഇനി അതിർത്തി പങ്കിടുന്ന വിസ്തൃതി ചോദിക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ ബംഗ്ലാദേശുമായിട്ടും ഏറ്റവും കുറവ് എന്താണ്? അഫ്ഗാനിസ്ഥാനുമായിട്ടുമാണ്. ഓക്കെ, നെക്സ്റ്റ് പോയിൻ്റ്, ഇന്ത്യയുടെ ഏറ്റവും ചെറിയ അയൽ രാജ്യം ഏതാണ്? മാലിദ്വീപാണ്. നമ്മൾ പറഞ്ഞു ഇന്ത്യയുമായി കര അതിർത്തി പങ്കുവയ്ക്കുന്ന ഏറ്റവും ചെറിയ രാജ്യമാണ് ഏത്? ഭൂട്ടാൻ. കര അതിർത്തി എന്ന് എടുത്ത് പറയണം കേട്ടോ. കര അതിർത്തി പങ്കുവയ്ക്കുന്ന ഏറ്റവും ചെറിയ രാജ്യം ഏതാണ്? ഭൂട്ടാൻ. എന്നാൽ ഇന്ത്യയുടെ ഏറ്റവും ചെറിയ അയൽ രാജ്യം അല്ലെങ്കിൽ ഇന്ത്യയുമായി അതിർത്തി പങ്കുവയ്ക്കുന്ന ഏറ്റവും ചെറിയ രാജ്യം ഏതാണത്? അത് മാലിദ്വീപാണ്. മാലിദ്വീപ്. കര അതിർത്തി എന്നോ സമുദ്ര അതിർത്തി എന്നോ എടുത്ത് പറയാതെ ചോദിച്ചാൽ ആൻസർ ഏതാണ്? മാലിദ്വീപാണ്. കര അതിർത്തി എന്ന് എടുത്ത് ചോദിച്ചാൽ മാത്രമാണ് ഏത്? ഭൂട്ടാൻ വരുന്നത്. അപ്പോൾ എന്തൊക്കെ പോയിന്റുകളാണ് പറഞ്ഞേ? ഇന്ത്യക്ക് 9 അയൽ രാജ്യങ്ങളുണ്ട്. 7 കരാതിർത്തി പങ്കുവയ്ക്കുന്ന രാജ്യങ്ങളും 2 സമുദ്രാതിർത്തി പങ്കുവയ്ക്കുന്ന രാജ്യങ്ങളും. ഏതൊക്കെയാണ്? പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ചൈന, നേപ്പാൾ, ഭൂട്ടാൻ, മ്യാൻമാർ, ബംഗ്ലാദേശ് എന്നീ 7 രാജ്യങ്ങൾ ഇന്ത്യയുമായി കരാതിർത്തി പങ്കുവയ്ക്കുന്നു. ശ്രീലങ്ക, മാലിദ്വീപ് എന്നീ രാജ്യങ്ങൾ ഇന്ത്യയുമായി സമുദ്ര അതിർത്തി പങ്കുവയ്ക്കുന്നു. അന്താരാഷ്ട്ര അതിർത്തി പങ്കിടുന്ന 16 സംസ്ഥാനങ്ങളും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളും ഇന്ത്യക്കുണ്ട്. ഏറ്റവും കൂടുതൽ ദൂരം അന്താരാഷ്ട്ര അതിർത്തി പങ്കുവയ്ക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ ദൂരം കരാതിർത്തി പങ്കുവയ്ക്കുന്ന രാജ്യം ചോദിച്ചാൽ അത് ബംഗ്ലാദേശ്. ഇന്ത്യയുമായി ഏറ്റവും കുറവ് ദൂരം കരാതിർത്തി പങ്കുവയ്ക്കുന്ന രാജ്യം അഫ്ഗാനിസ്ഥാൻ. ഇന്ത്യയുമായി കരാതിർത്തി പങ്കുവയ്ക്കുന്ന ഏറ്റവും വലിയ രാജ്യം ചൈന. ഏറ്റവും ചെറിയ രാജ്യം ഭൂട്ടാൻ. ഇന്ത്യയുടെ ഏറ്റവും ചെറിയ അയൽ രാജ്യം എന്ന് മാത്രമാണ് ചോദിക്കുന്നതെങ്കിൽ അത് മാലിദ്വീപ്. ഓക്കെ, ഇനി ഇന്ത്യയുടെ ഒരു അയൽ രാജ്യമാണ് പാകിസ്ഥാൻ എന്ന് പറഞ്ഞില്ലേ. ഇന്ത്യയും പാകിസ്ഥാനെയും തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തി രേഖ ഏതാണ്? അത് റാഡ്ക്ലിഫ് രേഖയാണ്. റാഡ്ക്ലിഫ് രേഖ ഏതാണ്? ഇന്ത്യയും പാകിസ്ഥാനുമായി തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തി രേഖയാണ് റാഡ്ക്ലിഫ് രേഖ. പാകിസ്ഥാനുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കുവയ്ക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് രാജസ്ഥാൻ. പാകിസ്ഥാനുമായി ഏറ്റവും കൂടുതൽ ദൂരം അതിർത്തി പങ്കുവയ്ക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് രാജസ്ഥാൻ. ഗുജറാത്ത്, രാജസ്ഥാൻ, പഞ്ചാബ് എന്നീ 3 സംസ്ഥാനങ്ങളും ജമ്മു കാശ്മീർ, ലഡാക്ക് എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളും പാകിസ്ഥാനുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്?
അതിർത്തി പങ്കുവയ്ക്കുന്നുണ്ട്. ഗുജറാത്ത്, രാജസ്ഥാൻ, പഞ്ചാബ് എന്നീ 3 സംസ്ഥാനങ്ങളും ജമ്മു കാശ്മീർ, ലഡാക്ക് എന്നീ 2 കേന്ദ്രഭരണ പ്രദേശങ്ങളും പാകിസ്ഥാനുമായി എന്ത് ചെയ്യുന്നുണ്ട്? അതിർത്തി പങ്കുവയ്ക്കുന്നുണ്ട്. ഡ്യൂറൻഡ് രേഖ ഏതൊക്കെ രാജ്യങ്ങളെ തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തിയാണ്? അഫ്ഗാനിസ്ഥാനെയും പാകിസ്ഥാനെയും തമ്മിൽ വേർതിരിക്കുന്ന. ഇപ്പോൾ അഫ്ഗാനിസ്ഥാനെയും പാകിസ്ഥാനെയും, എന്നാൽ മുമ്പ് എങ്ങനെയായിരുന്നു? അഫ്ഗാനിസ്ഥാനെയും ഇന്ത്യയും നമുക്ക് പറയാം. ഇപ്പോൾ പാക് ഒക്കുപ്പൈഡ് കാശ്മീറൊക്കെ ആയപ്പോൾ എന്താണ്? പാകിസ്ഥാനെയും അഫ്ഗാനിസ്ഥാനെയും തമ്മിൽ വേർതിരിക്കുന്ന രേഖയായിട്ട് ഏത് മാറി? ഡ്യൂറൻഡ് രേഖ മാറി. ഓക്കെ, അപ്പം പാകിസ്ഥാനെയും ഇന്ത്യയും തമ്മിൽ വേർതിരിക്കുന്ന റാഡ്ക്ലിഫ് രേഖ, പാകിസ്ഥാനെയും അഫ്ഗാനിസ്ഥാനെയും തമ്മിൽ വേർതിരിക്കുന്ന ഏതാണ്? അത് ഡ്യൂറൻഡ് രേഖയാണ്. മക്മോഹൻ രേഖ ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള അതിർത്തി രേഖയാണെന്ന് വെച്ചാൽ ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ളതാണ്? ഇന്ത്യ ചൈന അതിർത്തിയാണ് ഏത്? മക്മോഹൻ രേഖ എന്ന് പറയുന്നത്. ചൈനയുമായി ഏറ്റവും കൂടുതൽ ദൂരം അതിർത്തി പങ്കുവയ്ക്കുന്ന ഇന്ത്യൻ പ്രദേശം ഏതാണ്? ലഡാക്കാണ്. ലഡാക്ക്. ഓക്കെ, ചൈനയുമായി ഏറ്റവും കൂടുതൽ ദൂരം അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? അരുണാചൽ പ്രദേശ്. ഇന്ത്യൻ സംസ്ഥാനം മാത്രം എടുത്തു ചോദിച്ചാൽ അരുണാചൽ പ്രദേശ്. പ്രദേശം എന്നാണ് ചോദിക്കുന്നതെങ്കിൽ ഏതാണ്? ഈ ചൈനയുമായി ഏറ്റവും കൂടുതൽ ദൂരം അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ പ്രദേശം എന്ന് ചോദിക്കുവാണെങ്കിൽ അത് ലഡാക്കാണ്. ലഡാക്ക്. ഇനി കാളി നദി. ഇന്ത്യയിലെ ഒരു നദിയാണ് കാളി നദി. കാളി നദി ഏത് അയൽ രാജ്യത്തിൻ്റെ അതിർത്തിയായിട്ടാണ് പ്രവർത്തിക്കുന്നത്? നേപ്പാളാണ്. ഇന്ത്യയും നേപ്പാളും തമ്മിൽ വേർതിരിക്കുന്ന നദിയാണ് ഏത്? കാളി നദി. നേപ്പാളുമായി ഏറ്റവും കൂടുതൽ ദൂരം അതിർത്തി പങ്കുവയ്ക്കുന്ന സംസ്ഥാനം എന്ന് പറയുന്നത് ബീഹാറാണ്. ഇന്ത്യയുമായി കര അതിർത്തി പങ്കുവയ്ക്കുന്ന ഏറ്റവും ചെറിയ രാജ്യം ഭൂട്ടാനാണ്. ഭൂട്ടാനോട് ഏറ്റവും കൂടുതൽ ദൂരം അതിർത്തി പങ്കുവയ്ക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാ? അത് അസമാണ്. അസം. ഭൂട്ടാനാണ് കര അതിർത്തി പങ്കുവയ്ക്കുന്ന ഏറ്റവും ചെറിയ രാജ്യം. ഭൂട്ടാനോട് ഏറ്റവും കൂടുതൽ ദൂരം അതിർത്തി പങ്കുവയ്ക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? അസമാണ്. 3 അയൽ രാജ്യങ്ങളുമായും ഒരേ ഒരു ഇന്ത്യൻ സംസ്ഥാനവുമായി മാത്രം അതിർത്തി പങ്കുവയ്ക്കുന്ന ഏക ഇന്ത്യൻ സംസ്ഥാനമാണ് സിക്കിം. ഓക്കെ, 3 അയൽ രാജ്യങ്ങളുമായും ഒരേ ഒരു ഇന്ത്യൻ സംസ്ഥാനവുമായി മാത്രം അതിർത്തി പങ്കുവയ്ക്കുന്ന രാജ്യം ഏതാണ്? ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? അത് സിക്കിമാണ്. സിക്കിമിന് സംസ്ഥാന പദവി ലഭിച്ച വർഷം എന്നറിയാമോ? സിക്കിമിന് സംസ്ഥാന പദവി ലഭിച്ച വർഷം എന്നാണ് 1975 മെയ് 16 സിക്കിമിന് സംസ്ഥാന പദവി ലഭിച്ച വർഷം എന്ന 1975 മെയ് 16. ഓക്കെ, 1937 ബ്രിട്ടീഷ് ഇന്ത്യയിൽ നിന്നും വേർപെടുത്തപ്പെട്ട ഇന്ത്യയുടെ അയൽരാജ്യമാണ് മ്യാൻമർ. 1937 ബ്രിട്ടീഷ് ഇന്ത്യയിൽ നിന്നും വേർപെടുത്തപ്പെട്ട ഇന്ത്യയുടെ അയൽരാജ്യം ഏതാണ്? അത് മ്യാൻമറാണ്. മ്യാൻമറുമായി ഏറ്റവും കൂടുതൽ ദൂരം അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം എന്ന് പറയുന്നത് അരുണാചൽ പ്രദേശാണ്. അരുണാചൽ പ്രദേശ്. ഇന്ത്യയും മ്യാൻമാറുമായുള്ള പ്രകൃതിദത്ത അതിർത്തിയാണ് ഏതെന്ന് പറയുന്നത്? പട്കായി മലനിരകൾ. ഇന്ത്യയും മ്യാൻമാറുമായുള്ള പ്രകൃതിദത്ത അതിർത്തിയാണ് ഏത്? പട്കായി മലനിരകൾ. ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ ദൂരം കരാതിർത്തി പങ്കിടുന്ന രാജ്യം ബംഗ്ലാദേശാണ്. ബംഗ്ലാദേശ് രൂപം കൊണ്ടുവന്ന 1971. ഓക്കെ അല്ലേ? 4096 കിലോമീറ്റർ അതിർത്തിയാണ് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ പങ്കിടുന്നത് കേട്ടോ. 4096 കിലോമീറ്റർ. ബംഗ്ലാദേശുമായി ഏറ്റവും കൂടുതൽ ദൂരം അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം പശ്ചിമ ബംഗാളാണ്. ഓക്കെ, പശ്ചിമ ബംഗാൾ കൂടാതെ ബംഗ്ലാദേശുമായി അതിർത്തി പങ്കുവയ്ക്കുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? മേഘാലയ, അസം, മിസോറാം, പശ്ചിമ ബംഗാൾ, ത്രിപുര എന്നീ 5 സംസ്ഥാനങ്ങളുമായാണ് ബംഗ്ലാദേശ് എന്ത് ചെയ്യുന്നത്? അതിർത്തി പങ്കുവയ്ക്കുന്നത്. ബംഗ്ലാദേശിനുള്ളിലേക്ക് കടന്നിരിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ഏത്? ത്രിപുര. ബംഗ്ലാദേശിനുള്ളിലേക്ക് കടന്നിരിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ത്രിപുരയാണ്. ത്രിപുര. ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് സമുദ്ര അതിർത്തി പങ്കുവയ്ക്കുന്ന രാജ്യമാണ് മാലിദ്വീപ്. ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് സമുദ്ര അതിർത്തി പങ്കുവയ്ക്കുന്ന രാജ്യം ഏതാണ്? മാലിദ്വീപ്. ലക്ഷദ്വീപ് സമൂഹത്തിലെ ഏത് ദ്വീപിനടുത്താണ് മാലിദ്വീപ് എന്ന് ചോദിച്ചാൽ മിനിക്കോയി ദ്വീപിനടുത്താണ്. ലക്ഷദ്വീപ് സമൂഹത്തിലെ മിനിക്കോയി ദ്വീപിനടുത്താണ് ഏതെന്ന് പറയുന്നത്? നമ്മുടെ അയൽരാജ്യമായിട്ടുള്ള മാലിദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ അല്ലേ? മാലിദ്വീപിനെയും മിനിക്കോയ് ദ്വീപിനെയും തമ്മിൽ വേർതിരിക്കുന്ന ചാനലാണ് 8 ഡിഗ്രി ചാനൽ. മാലിദ്വീപിനെയും മിനിക്കോയ് ദ്വീപിനെയും തമ്മിൽ വേർതിരിക്കുന്ന ചാനൽ ഏതാ? 8 ഡിഗ്രി ചാനൽ. മിനിക്കോയ് ദ്വീപിനെയും ലക്ഷദ്വീപ് സമൂഹത്തെയും വേർതിരിക്കുന്ന ഏതാണ്? അത് 9 ഡിഗ്രി ചാനലാണ്. മിനിക്കോയ് ദ്വീപിനെയും ലക്ഷദ്വീപ് സമൂഹത്തെയും തമ്മിൽ വേർതിരിക്കുന്ന ഏതാണ്? അത് 9 ഡിഗ്രി ചാനലാണ്. ലിറ്റിൽ ആൻഡമാനെയും നിക്കോബാർ ദ്വീപ സമൂഹത്തെയും വേർതിരിക്കുന്ന ചാനൽ ഏതാ? 10 ഡിഗ്രി ചാനലാണ്. അപ്പോൾ 8 ഉണ്ട്, 9 ഉണ്ട്, 10 ഉണ്ട്. 8 ഏതാ? മാലിദ്വീപിനെയും മിനിക്കോയ് ദ്വീപിനെയും തമ്മിൽ വേർതിരിക്കുന്നു. മിനിക്കോയിയെയും ലക്ഷദ്വീപ് സമൂഹത്തെയും വേർതിരിക്കുന്നത് 9 ഡിഗ്രി. ലിറ്റിൽ ആൻഡമാനെയും നിക്കോബാർ ദ്വീപ സമൂഹത്തെയും വേർതിരിക്കുന്നത് 10 ഡിഗ്രി ചാനൽ. ആൻഡമാൻ ദ്വീപ സമൂഹത്തിന് തൊട്ടടുത്തുള്ള ഇന്ത്യയുടെ അയൽരാജ്യമാണ് മ്യാൻമർ. ആൻഡമാൻ ദ്വീപ സമൂഹത്തിന് തൊട്ടടുത്തുള്ള ഇന്ത്യയുടെ അയൽരാജ്യം ഏതാണ്? മ്യാൻമാറാണ്. നിക്കോബാർ ദ്വീപ സമൂഹത്തിനടുത്തായി ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന രാജ്യമാണ് ഇന്തോനേഷ്യ. നിക്കോബാർ ദ്വീപ സമൂഹത്തിനടുത്തായിട്ട് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന രാജ്യമാണ് ഏത്?
ഇന്തോനേഷ്യ. ഇന്ത്യയും ശ്രീലങ്കയും വേർതിരിക്കുന്ന അതിർവരമ്പാണ് പാക് കടലിടുക്ക്. ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ എന്ത് ചെയ്യുന്ന വേർതിരിക്കുന്ന അതിർത്തി വരമ്പാണ് ഇത് പാക് കടലിടുക്ക് എന്ന് പറയുന്നത്. ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിലുള്ള ഉൾക്കടലാണ് ഏതെന്ന് പറയുന്നത് മാന്നാർ ഉൾക്കടൽ. ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിലുള്ള ഉൾക്കടൽ ഏതാണ്? അത് മാന്നാർ ഉൾക്കടലാണ്. മാന്നാർ ഉൾക്കടൽ. രാമസേതു അല്ലെങ്കിൽ ആദംസ് ബ്രിഡ്ജ് ബന്ധിപ്പിക്കുന്ന എന്തിനൊക്കെയാണ്? ധനുഷ്കോടിയെയും തലൈമാന്നാറിനെയാണ് എന്ത് ബന്ധിപ്പിക്കുന്നത്? രാമസേതു അഥവാ ആദംസ് ബ്രിഡ്ജ് ബന്ധിപ്പിക്കുന്നത്. തമിഴ്നാട്ടിലെ രാമനാഥപുരത്തെ രാമേശ്വരവുമായി ബന്ധിപ്പിക്കുന്ന പാലമാണ് പാമ്പൻ പാലം. തമിഴ്നാട്ടിലെ രാമേശ്വരവുമായി ബന്ധിപ്പിക്കുന്ന പാലമാണ് ഇത് പാമ്പൻ പാലം എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ കാൻറ്റിലിവർ ബ്രിഡ്ജാണ് പാമ്പൻ പാലം. ഏതെന്ന് പറയുന്നത് പാമ്പൻ പാലം. ഉപേക്ഷിക്കപ്പെട്ട നഗരം, പ്രേതനഗരം എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്നത് ധനുഷ്കോടിയെയാണ്. എന്താണ്? ഉപേക്ഷിക്കപ്പെട്ട നഗരം, പ്രേതനഗരം എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്നത് എന്തിനെയാണ്? ധനുഷ്കോടി. ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിലായി സ്ഥിതി ചെയ്യുന്ന ബയോസ്ഫിയർ റിസർവ് ഗൾഫ് ഓഫ് മാന്നാർ ബയോസ്ഫിയർ റിസർവ്. എന്നാൽ ഇന്ത്യയിലെ ആദ്യത്തെ മറൈൻ നാഷണൽ പാർക്കാണ്. എന്താണ്? ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിലായി സ്ഥിതി ചെയ്യുന്ന ബയോസ്ഫിയർ റിസർവാണ് ഗൾഫ് ഓഫ് മാന്നാർ ബയോസ്ഫിയർ റിസർവ്. എന്നാൽ ഇന്ത്യയിലെ ആദ്യത്തെ മറൈൻ നാഷണൽ പാർക്ക് ഏതാണെന്ന് വെച്ചാൽ ഏതാണ്? അത് ഗൾഫ് ഓഫ് മാന്നാറാണ്. ആദ്യ മറൈൻ നാഷണൽ പാർക്കാണ് ഗൾഫ് ഓഫ് മാന്നാർ. ഓക്കെ, അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ മറൈൻ നാഷണൽ പാർക്ക് ഏതാണ്? അത് ഗൾഫ് ഓഫ് മാന്നാറാണ് കേട്ടോ. ഗൾഫ് ഓഫ് മാന്നാർ. ഇത് എവിടെ സ്ഥിതി ചെയ്യുന്നു? ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിലായിട്ട് സ്ഥിതി ചെയ്യുന്നു. ശ്രീലങ്കയ്ക്ക് തൊട്ടടുത്തുള്ള ഇന്ത്യയുടെ നാഷണൽ പാർക്കാണ് ഗൾഫ് ഓഫ് മാന്നാർ. ഭൂട്ടാൻ അതിർത്തിയിലുള്ള ഇന്ത്യയുടെ നാഷണൽ പാർക്ക് ഏതാണ്? അത് മനാസാണ്. ഭൂട്ടാൻ അതിർത്തിയിലുള്ളത് മനാസാണ്. ഓക്കെ, നമുക്ക് എന്തൊക്കെ പോയിന്റുകളാണ് പറഞ്ഞതെന്നൊന്നും കൂടി ഒന്ന് നോക്കാം. ഇന്ത്യക്ക് 9 അയൽ രാജ്യങ്ങളുണ്ട്. 7 കരാതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളും 2 സമുദ്രാതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളും 16 സംസ്ഥാനങ്ങൾക്ക് അന്താരാഷ്ട്ര അതിർത്തിയുണ്ട്. ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ കരാതിർത്തി പങ്കുവയ്ക്കുന്ന രാജ്യം ബംഗ്ലാദേശാണ്. കുറവ് ദൂരം കരാതിർത്തി പങ്കുവയ്ക്കുന്നത് അഫ്ഗാനിസ്ഥാനാണ്. ഇന്ത്യയുമായി കരാതിർത്തി പങ്കുവയ്ക്കുന്ന ഏറ്റവും വലിയ രാജ്യം ചൈനയും കരാതിർത്തി പങ്കുവയ്ക്കുന്ന ഏറ്റവും ചെറിയ രാജ്യം ഭൂട്ടാനുമാണ്. ഇന്ത്യയുടെ ഏറ്റവും ചെറിയ അയൽരാജ്യം മാലിദ്വീപ്. ഇന്ത്യയുടെ ഏറ്റവും വലിയ അയൽരാജ്യം ഏതാണ്? ചൈനയാണ്. റാഡ്ക്ലിഫ് രേഖ ഇന്ത്യയും പാകിസ്ഥാനെയും തമ്മിൽ വേർതിരിക്കുന്നു. പാകിസ്ഥാനുമായി ഏറ്റവും കൂടുതൽ ദൂരം അതിർത്തി പങ്കുവയ്ക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം രാജസ്ഥാനാണ്. ഡ്യൂറൻഡ് രേഖ ഇന്ത്യയും അഫ്ഗാനിസ്ഥാനെയും തമ്മിൽ വേർതിരിക്കുന്നു. മക്മോഹൻ രേഖ ഇന്ത്യയും ചൈനയും തമ്മിൽ വേർതിരിക്കുന്നു. കാളി നദി ഇന്ത്യയും നേപ്പാളിനെയും തമ്മിൽ വേർതിരിക്കുന്നു. ഇന്ത്യയുടെ കരാതിർത്തി പങ്കുവയ്ക്കുന്ന ഏറ്റവും ചെറിയ രാജ്യം ഭൂട്ടാനാണ്. ഭൂട്ടാനോട് ഏറ്റവും കൂടുതൽ ദൂരം അതിർത്തി പങ്കുവയ്ക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? അത് അസമാണ്. ഓക്കെ, സിക്കിമിന് സംസ്ഥാന പദവി ലഭിച്ചത് 1975 മെയ് 16-നാണ്. മ്യാൻമാറുമായി ഏറ്റവും കൂടുതൽ ദൂരം അതിർത്തി പങ്കുവയ്ക്കുന്ന സംസ്ഥാനം ഏതാണ്? അരുണാചൽ പ്രദേശാണ്. ഇന്ത്യയും മ്യാൻമാറുമായുള്ള പ്രകൃതിദത്ത അതിർത്തിയാണ് പർവ്വതനിരയായിട്ടുള്ള പട്കായി പർവ്വതനിരകൾ. ഓക്കെ അല്ലേ? ബംഗ്ലാദേശുമായി ഏറ്റവും കൂടുതൽ ദൂരം അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാളാണ്. ബംഗ്ലാദേശുമായി അതിർത്തി പങ്കുവയ്ക്കുന്ന മറ്റ് സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? അസം, മേഘാലയ, മിസോറാം, ത്രിപുര. പശ്ചിമ ബംഗാൾ, അസം, മേഘാലയ, മിസോറാം, ത്രിപുര എന്നീ 5 സംസ്ഥാനങ്ങളാണ് ബംഗ്ലാദേശുമായിട്ട് എന്ത് ചെയ്യുന്നത്? അതിർത്തി പങ്കുവയ്ക്കുന്നത്. ലക്ഷദ്വീപിലെ മിനിക്കോയ് ദ്വീപിനടുത്തായിട്ടാണ് മാലിദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. ലക്ഷദ്വീപിലെ മിനിക്കോയ് ദ്വീപിനടുത്തായിട്ടാണ് എന്ത് ചെയ്യുന്നത്? മാലിദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. മാലിദ്വീപിനെയും മിനിക്കോയ് ദ്വീപിനെയും തമ്മിൽ വേർതിരിക്കുന്നതെന്നോ അല്ലെങ്കിൽ മാലിദ്വീപിനെയും ഇന്ത്യയും തമ്മിൽ വേർതിരിക്കുന്നതെന്നോ ചോദിച്ചാൽ ഏതാണ്? അത് 8 ഡിഗ്രി ചാനലാണ്. 8 ഡിഗ്രി ചാനൽ. എന്നാൽ മിനിക്കോയ് ദ്വീപിനെ ലക്ഷദ്വീപ് സമൂഹത്തിലെ മറ്റ് ദ്വീപുകളിൽ നിന്ന് വേർതിരിക്കുന്ന ഏതാണ്? 9 ഡിഗ്രി ചാനലാണ്. ലിറ്റിൽ ആൻഡമാനെയും നിക്കോബാർ ദ്വീപ സമൂഹത്തെയും വേർതിരിക്കുന്നത് 10 ഡിഗ്രി ചാനലാണ്. ആൻഡമാൻ ദ്വീപ സമൂഹത്തിന് തൊട്ടടുത്തുള്ള ഇന്ത്യയുടെ അയൽരാജ്യമാണ് ഏതെന്ന് പറയുന്നത്? മ്യാൻമാർ. ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ വേർതിരിക്കുന്ന അതിർവരമ്പാണ് പാക് കടലിടുക്ക്. ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിലുള്ള ഉൾക്കടലാണ് മാന്നാർ ഉൾക്കടൽ. രാമസേതു അഥവാ ആദംസ് ബ്രിഡ്ജ് എന്താണ്? ധനുഷ്കോടിയെയും തലൈമാന്നാറിനെയാണ് തമ്മിൽ ബന്ധിപ്പിക്കുന്നത്. തമിഴ്നാട്ടിലെ രാമനാഥപുരത്തെയും രാമേശ്വരവുമായി ബന്ധിപ്പിക്കുന്ന പാലം ഏതാണ്? അത് പാമ്പൻ പാലമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ കാൻറ്റിലിവർ ബ്രിഡ്ജാണ് പാമ്പൻ പാലം. ഉപേക്ഷിക്കപ്പെട്ട നഗരം, പ്രേതനഗരം എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന എന്തിനെയാണ്? ധനുഷ്കോടിയാണ്. ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിലായി സ്ഥിതി ചെയ്യുന്ന ബയോസ്ഫിയർ റിസർവാണ് ഗൾഫ് ഓഫ് മാന്നാർ എന്ന് പറയുന്നത്. ഇത് ഇന്ത്യയുടെ ആദ്യത്തെ മറൈൻ നാഷണൽ പാർക്കാണ്. ശ്രീലങ്കയ്ക്ക് തൊട്ടടുത്തുള്ള ഇന്ത്യയുടെ നാഷണൽ പാർക്കാണ് ഗൾഫ് ഓഫ് മാന്നാർ. ഭൂട്ടാൻ അതിർത്തിയിലുള്ള ഇന്ത്യയുടെ നാഷണൽ പാർക്കാണ് ഏത്? മനാസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അതിർത്തികളും അതിരുകളും എന്ന രീതിയിൽ ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിച്ചത്.
ഇനി നമുക്ക് വരും ക്ലാസ്സുകളിൽ ഇന്ത്യൻ ജോഗ്രഫിയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാം. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കും മറ്റുമായി ഷെയർ ചെയ്ത് കൊടുക്കുക. നന്ദി.